കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ മാറിയിട്ട് കാലങ്ങളായി. ഒരു കൂരയുടെ അടിയിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പുരുഷന്മാരോടൊപ്പം കഴിഞ്ഞിരുന്ന കാലമുണ്ട്. അന്നത്തെ പുരുഷന്മാരും ഡിഫറെൻ്റ് ആണ്, ഇന്നത്തെ പുരുഷന്മാരും ഡിഫറെൻ്റ് തന്നെയാണ്. ആർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ശരി, ലെറ്റ് മീ ടെൽ യു, ഫാദർ ഇൻ ലോ, പിന്നെ ബ്രദർ ഇൻ ലോ, ഒരു പെണ്ണിൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ, പിന്നെ അവിടെ ചെന്നിട്ടുള്ള നാത്തുൻ്റെ ഹസ്ബൻഡ്, ഇത്രയും പേര് സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. ഷീ വിൽ ഹാവ് ഇൻഹിബിഷൻ സംടൈംസ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കൂ. ഹസ്ബൻഡ് ദൂരെ താമസിക്കുകയാണ്, ഹസ്ബൻഡ് വന്ന് ദുബായിലാണെന്ന് ഇരിക്കട്ടെ, ഇത്രയും പുരുഷന്മാർ ബാക്ക് അവിടെ ഉണ്ട്, എവിടെ നാട്ടിൽ. ഈ പെൺകുട്ടിയുടെ അടുത്ത് അവിടെ താമസിക്കൂ, എന്നിട്ട് ഇവർക്കൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാൻ പറയണു. വാട്ട് ഈസ് ദിസ്? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ശരിയായിരിക്കാം, അവരൊക്കെ നന്മ മരങ്ങൾ തന്നെയായിരിക്കാം. പക്ഷെ ഈ കുട്ടിക്ക് അതൊരു എന്താ പറയണ, ഒരു കംഫർട്ട് സോണിലേക്ക് വരുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്യിപ്പിക്കാമോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ആ കുട്ടി അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സുരക്ഷിതമായിട്ട് നിന്നോട്ടെ. ഇത്രയും ആളുകളുടെ എന്താ പറയുക, മൂഡ് അനുസരിച്ചും പിന്നെ അവരുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ചും മദർ ഇൻ ലോയുടെ മെനോപോസ് മൂഡ് സ്വിങ്സ് അനുസരിച്ചും ഒക്കെ ഈ 10-24 വയസ്സുള്ള പെൺകുട്ടിയോട് അഡ്ജസ്റ്റ് ചെയ്യാനാണോ നിങ്ങൾ പറയേണ്ടത്? ആ കുട്ടിയുടെ ഹസ്ബൻഡിന് അതിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വർക്ക് വിസയോ എന്താന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയോ ഒക്കെ എടുക്കാനുള്ള ആ സമയം വരെയെങ്കിലും പ്ലീസ് അലൗ ഹർ ടു ബി ഇൻ ഹെർ കംഫർട്ട് സോൺ. അല്ലെങ്കിൽ ഒരുപാട് ദൂഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. വാട്ട് എവർ യു ഫീൽ ലൈക്ക് യു കമൻറ്റ്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ.